തെക്കൻ തമിഴ്നാട്ടിൽ 5 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ്. വന്ദേ ഭാരത് അടക്കം 40 ട്രെയിനുകളാണ് ഈ കനത്ത മഴയെ തുടർന്ന് റദ്ദാക്കിയതും. ഐസൻ ജോസഫ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഈ മഴ തുടരുകയാണ്. എന്തായാലും ഈ കന്യാകുമാരി ജില്ല വരെയുള്ള പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായും മഴ ശക്തമായി തുടരുന്നു, ഇനിയും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ചക്രവാത ചുഴി, അതായത് കേപ്പ് കോമറിൻ്റെയും അതുപോലെ ശ്രീലങ്കയ്ക്കും ഇടയിലുണ്ടായ ശക്തമായൊരു ചക്രവാത ചുഴിയാണ് ഈ കേപ്പ് കോമറിൻ. അതായത് കന്യാകുമാരി മേഖലയിലുള്ള, അല്ലെങ്കിൽ തെക്കൻ അങ്ങേയറ്റത്തുള്ള, അതായത് പെനിൻസുലാർ അങ്ങേയറ്റത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നതിനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മഴമേഘങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത്. എടുത്തു പറയേണ്ടത്, തൂത്തുക്കുടി, നെല്ലായി, തെങ്കാശി ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പുണ്ട്. അത് തുടരുന്നു, ഇപ്പോഴും വീണ്ടും തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചക്രവാത ചുഴിയുടെ ആഘാതത്തിൽ ശക്തമായ മഴമേഘങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാമനാഥപുരത്തും കന്യാകുമാരി, തേനി, മധുര, വിരുദുനഗർ എന്നീ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സാധ്യതയും അത് മഴ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. 14ഓളം താലൂക്കുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5ഓളം താലൂക്കിലെ ചില പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. യെല്ലോ അലർട്ട് 1-2 ഇടങ്ങളിൽ മാത്രമാണ് ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ മുൻകരുതലുകൾ, ഈ മീൻപിടുത്തം കാര്യമായുള്ള പ്രദേശങ്ങളാണ് തൂത്തുക്കുടി ഹാർബറും എല്ലാം, ആ പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെ വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം തന്നെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള നിരവധി ട്രെയിനുകൾ റീഷെഡ്യൂൾ ചെയ്യുന്ന സാഹചര്യവും കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അതിശക്തമായി മഴ തുടരുമെന്ന് തന്നെയാണ് നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെയും മറ്റു വിഭാഗങ്ങളുടെയും എല്ലാം തന്നെ വിവരങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നു. 60 മില്ലിമീറ്ററിലൊക്കെ മഴ പെയ്യുന്ന സാഹചര്യങ്ങൾ, 600 മില്ലിമീറ്ററൊക്കെ മഴ പെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് തുടർച്ചയായി 13-14 സെൻറ്റിമീറ്റർ ഇൻറ്റൻസായ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെല്ലാം തന്നെ. സ്വാഭാവികമായും കടൽ തീര പ്രദേശമാണ്, വെള്ളം ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുണ്ടാകും. കടലേറ്റത്തിനുള്ള സാധ്യത, കാറ്റിനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ അത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വെള്ളത്തിൽ മുങ്ങാൻ, അതായത് റോഡുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങാനുള്ള സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായും വെള്ളം നിറയുന്നൊരു സാഹചര്യം റോഡുകളിലുണ്ട്, ഓടകളെല്ലാം തന്നെ നിറയുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഏറെ സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് വിവരങ്ങളെങ്കിലും ഈ 5 ജില്ലകളിൽ, തമിഴ്നാടിൻ്റെ ഈ 5 ജില്ലകളിൽ സ്വാഭാവികമായും മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാടിൻ്റെ ബഹുഭൂരിപക്ഷം ഭൂപ്രദേശമെങ്കിലും ഈ പ്രദേശങ്ങളിലെല്ലാം, അംബാസമുദ്രം ഉൾപ്പെടെയുള്ള മനോഹരമായ വനപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ ശക്തമായ മഴക്കാടുകളായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയും, മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നതിനപ്പുറം മഴ ഇപ്പോൾ തുടരുന്നു എന്നാണ് കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വൈഗ നദി ഉൾപ്പെടെ, അതല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉൾപ്പെടെ, നമുക്കറിയാവുന്നതാണ്, തേനി ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടാകുമ്പോൾ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിൽ വലിയ തോതിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഡാമുകളുടെ സുരക്ഷ സംബന്ധിച്ച ഗൗരവതരമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വെള്ളം ഉയരുന്നു, നദികളിൽ വെള്ളം ഉയരുന്നു, അതുപോലെ തന്നെ തോടുകളിലും അനുബന്ധമായ തോടുകളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. 1-2 നദികൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ റെഡ് അലർട്ടിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നദികൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. പരിസരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു മാസ് ഫ്ലഡിനുള്ള സാധ്യത, മാസ് ഇനണ്ടേഷനുള്ള ഒരു സാധ്യത വളരെ കൃത്യമായി തന്നെ പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ശരിക്കും പ്രളയ സമീപകാലത്ത് അനുഭവിച്ച് കര കയറിയതേ ഉള്ളൂ. കര കയറിയെന്ന് പൂർണ്ണമായി പറയാനും കഴിയില്ല. ചെന്നൈയിൽ ഇപ്പോഴും ദുരിത ബാധിതർ നിരവധിയുണ്ട്. അതിനിടയിലാണ് ഈ തെക്കൻ തമിഴ്നാട്ടിലേക്ക് സമാനമായ രീതിയിൽ ഒരു പ്രളയ ഭീതിയിൽ എത്തിയിരിക്കുന്നത്. ജനങ്ങൾ എല്ലാവരും തന്നെ ഭീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ കാരണം ഐസൻ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഇനി തൂത്തുക്കുടിയിലാവട്ടെ, കോവിൽപ്പട്ടിയിൽ റെയിൽവേ അടിപ്പാത തന്നെ ഈ മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്രകാരം ഒരു കനത്ത മഴ, ഈ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണോ സാധ്യത? ഈ തെക്കൻ തമിഴ്നാടെന്ന് പറയുമ്പോൾ തീർച്ചയായും തെക്കൻ കേരളത്തിനും സമാനമായി മഴ മുന്നറിയിപ്പ് ഉണ്ടാവുമല്ലോ.
തീർച്ചയായും കേരളത്തിലും മഴ മുന്നറിയിപ്പ് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി വളരെ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമായ മുന്നറിയിപ്പ് അനുസരിച്ച് കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലും തിരുവനന്തപുരത്തും സ്വാഭാവികമായും മഴയ്ക്കുള്ള സാധ്യതകൾ ശക്തമായി ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അതിശക്തമായൊരു മഴയുടെ സാധ്യത ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളതുപോലുള്ള അതിശക്തമായ മഴയുടെ സാധ്യതയില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ ചക്രവാത ചുഴി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയിലുള്ള കടലിടുക്കിലാണ്. സ്വാഭാവികമായും ആ പ്രദേശത്ത് അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിന് അനുബന്ധമായി കിടക്കുന്ന തമിഴ്നാടിനോട്, അതായത് നാഗർകോവിൽ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന, അതായത് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരുന്നതോടുകൂടി മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യതയാണ്. കാരണം മഴയുടെ ഗതി വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതകളാണ് നിലവിലെ ചക്രവാത ചുഴിയുടെ ആ ഒരു ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അതിൻ്റെ ആഘാതങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ മഴയുടെ ഒരു സ്വഭാവം സ്വാഭാവികമായും ഈ പ്രദേശങ്ങളിലേക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് മഴയുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. തുടർച്ചയായി മഴ പെയ്യുന്ന പ്രദേശങ്ങൾ, ഇടുക്കി എന്നുള്ള മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മഴമേഘങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കേരളത്തിലും മഴയ്ക്കുടെ സാധ്യത വർദ്ധിക്കുന്നത്. തീർച്ചയായും ഈ തമിഴ്നാട്ടിലുണ്ടായ ചക്രവാത ചുഴിയുടെ ഒരു ആഘാതം എന്ന രീതിയിൽ അതിശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യത തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്.